ബോട്ട് നേരെ അവിടെയുള്ള വെള്ളത്തിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ നിന്ന സ്ഥലം ഇവിടെ ഫുള്ള് വെള്ളമായിക്കണേ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നേരെ അങ്ങോട്ട് പോയേക്കാം. എന്താകും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഓണാക്കിങ്ങനെ കണക്ഷൻ കൊടുത്ത് ഇനി റിമോട്ട് ഓൺ ആക്കുന്നുണ്ട്. ഓണാക്കിക്കണേ. ഇനി ഇത് വെള്ളത്തിൽ വെക്കാൻ പോകട്ടോ. വീടെടുത്തോ. ഇനി നമുക്ക് ഈ പുല്ലിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പാടുന്ന അറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല പൊളി സാധനം. ഒരു രക്ഷയില്ല. ബോട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബോട്ടിൻ്റെ പോലെ ആയിട്ടില്ല. അത് അടിപൊളിയായിട്ട് നല്ല കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്പീഡും ഉണ്ട്. പിന്നെ അധികം സ്പീഡ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പം ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് തെർമോക്കോളിൻ്റെ പീസാണ് വേണ്ടത്. അത് ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒട്ടിച്ചതിൻ്റെ ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് സാൻഡ് ചെയ്ത് ഒരു ബോട്ടിൻ്റെ രൂപകൽപ്പനയിലാക്കിയെടുക്കുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഞാനിവിടെ ആ തെർമോക്കോൾ കൂട്ടി ഒട്ടിച്ച് ഒറ്റൊരു ഷീറ്റാക്കി മാറ്റിയിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നാക്കിയിട്ട് സ്മൂത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ സാൻഡ് ചെയ്ത് ഏകദേശം ഒരു ബോട്ടിൻ്റെ ഒരു മാതൃകയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്യുക. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു കോറോപ്ലാസ്റ്റിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൻ്റെ ഡിസൈനായിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുക. നിങ്ങൾക്ക് ഏത് ഷീറ്റായാലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയത് ഈ സൺപാക്കിൻ്റെ ഷീറ്റിൻ്റെ ഒരു പീസാണ്. അത് വെച്ചിട്ട് ഞാനത് കവർ ചെയ്തിട്ട് ഒരു ബോട്ടിൻ്റെ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പീസ് ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങളെ ഐഡിയക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുക. ഇപ്പോൾ ഞാനത് രണ്ടും ഒട്ടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു ബോട്ടിൻ്റെ മോഡലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മോട്ടറാണിത്. ഇത് കറങ്ങുമ്പോഴാണ് നമ്മളെ ബോട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് സാധാരണ ഡ്രോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. ഹൈ സ്പീഡ് മോട്ടറാണ്. അത് അതിൻ്റെ പ്രൊപ്പല്ലറാണ്. 5 ഇഞ്ച് പ്രൊപ്പല്ലറും 2800 kV മോട്ടറുമാണ് അത് വെക്കുന്നത്. ഈ മോട്ടർ നമുക്ക് അതിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ആ മോട്ടർ അതുമേൽ ഫിക്സ് ചെയ്ത് പിന്നെ ഒരു ബലം കിട്ടാൻ വേണ്ടി അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ആ മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോട്ടർ കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പീഡ് കൺട്രോളർ ആവശ്യമാണ്. 30 ആംപിയറിൻ്റെ ESC ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. മോട്ടർ
മോട്ടറിൻ്റെ 3 വയർ സ്പീഡ് കൺട്രോളിൻ്റെ 3 പോയിന്റിലേക്ക് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഷോൾഡർ ചെയ്ത് അവിടെ സ്പീഡ് കൺട്രോൾ വെച്ച് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2200 mAh ബാറ്ററിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ i6 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ട്. റിസീവറിൻ്റെ ചാനൽ 3ലേക്ക് മോട്ടറിൻ്റെ കണക്ഷൻ പ്ലഗ് ചെയ്യുക. ഇതുപോലെ ഒരു കോറോപ്ലാസ്റ്റിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോട്ടിൻ്റെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ ഒരു 2 കമ്പും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു സെർവോ, അതായത് ബോട്ടിൻ്റെ ഡയറക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെർവോ അവിടെ. പിന്നെ അതിൻ്റെ റാഡ് നേരെ സെർവോയിലേക്ക് ജോയിൻ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർവോയുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചാനൽ നമ്പർ 3ൽ മോട്ടറിൻ്റെ കണക്ഷനും ചാനൽ നമ്പർ 1ൽ സർവോൻ്റെ കണക്ഷനും കൊടുക്കുക. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ഫിക്സ്ഡ് ആയിട്ട് ഇളകി പോരാത്ത രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. ഇതോടുകൂടി ബോട്ടിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.